എല്ലാവർക്കും നമസ്കാരം. അമേരിക്കൻ ഐക്യനാടുകളിലെ ഫ്ലോറിഡ സംസ്ഥാനത്തുള്ള ഒർലാൻഡോ നഗരത്തിലാണ് നമ്മൾ കുറേ ദിവസങ്ങളായി യാത്ര ചെയ്യുന്നത്. ഇന്ന് നല്ല മഴയുണ്ട്. മഴയത്ത് വണ്ടി ഓടിക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഇന്ന് വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. അതേപോലെ ശക്തമായ മഴ. ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ കയറി കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. നാസയിലെ വൈവിധ്യങ്ങളായ ടെക്നോളജിക്കൽ കാഴ്ചകൾ കണ്ട് അമേസിംഗ് ആയ എക്സ്പീരിയൻസിന് ശേഷം നമ്മൾ സീ വേൾഡിൽ അണ്ടർ വാട്ടർ മത്സ്യങ്ങളെയും ഷാമു സ്റ്റേഡിയത്തിലെ കില്ലർ വെയിലിൻ്റെ ഷോയുമൊക്കെ കണ്ട് ഞങ്ങളുടെ മനസ്സ് ശരിക്കും എൻജോയ് ചെയ്തു. എന്നാൽ ഇനി കുട്ടികൾക്ക് മാത്രമായി ഒരു ദിവസം ആകാമെന്ന് കരുതി അതിനായി ഇന്നത്തെ ദിവസം നമ്മൾ യാത്ര ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിൽ ഒന്നായ ഫ്ലോറിഡയിലെ വാൾട്ട് ഡിസ്നി വേൾഡിലേക്കാണ്. 1955 കാലിഫോർണിയയിൽ ആരംഭിച്ച ഡിസ്നി ലാൻഡ് വൻ വിജയമായിരുന്നു. തൻ്റെ സ്വപ്നങ്ങൾ വികസിപ്പിക്കാൻ ഓർലാൻഡോയ്ക്ക് സമീപം മൈലുകളോളം വരുന്ന സ്ഥലം ഡിസ്നി കമ്പനി സ്വന്തമാക്കി. നിർഭാഗ്യവശാൽ 1966 വാൾട്ട് ഡിസ്നി അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ റോയ് ഡിസ്നി 1971 ഒക്ടോബർ 1 മാജിക് കിങ്ഡം എന്ന ഈ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കി. ആദ്യ തീം പാർക്ക് പൊതുജനങ്ങൾക്കായി തുറക്കുകയും ചെയ്തു. ഡിസ്നി വേൾഡിൻ്റെ പ്രധാന കവാടത്തിൽ മാന്ത്രികത നിറഞ്ഞ ഒരു കൊച്ചു ലോകമുണ്ട്. അവിടെ കുട്ടികൾക്കായി മാത്രം ഒരു പ്രത്യേക നൃത്തവേദിയും വർണ്ണാഭമായ വിളക്കുകളും മനോഹരമായ സംഗീതവും ആ സ്ഥലത്തെ എപ്പോഴും സജീവമാക്കി നിർത്തുന്നു. കവാടം കടന്നയുടൻ കേട്ട ചെണ്ടമേളം പോലെയുള്ള സംഗീതം വളരെ ആകർഷിച്ചു. അസിനും ആൽവിനും ഓടിച്ചെന്ന് കുട്ടികളുമായി കൈകോർത്ത് നൃത്തം ചെയ്തു. അവിടെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഭാഷ അറിയില്ലെങ്കിലും അവരുടെ മുഖത്തെ ചിരിയും സന്തോഷവും ഒന്നായിരുന്നു. അസിൻ്റെയും ആൽവിൻ്റെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. ചുറ്റും നിന്ന കുട്ടികളെല്ലാം ഒന്നിച്ച് ചാടിയും കൈകൊട്ടിയും പാട്ടുപാടി നൃത്തം ചെയ്തു. അതൊരു മാന്ത്രിക നിമിഷമായിരുന്നു. അവിടെ ഭാഷയോ രാജ്യങ്ങളോ അതിരുകൾ തീർത്തില്ല. ആ കൊച്ചു നൃത്തസ്ഥലം അവർക്ക് സമ്മാനിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മയാണ്. ലോകത്തിലെ ഏറ്റവും സന്തോഷകരമായ സ്ഥലം എന്നറിയപ്പെടുന്ന വാൾട്ട് ഡിസ്നി വേൾഡ് ഇന്ന് നിരവധി ഹോട്ടലുകൾ, വാട്ടർ പാർക്കുകൾ, ഗോൾഫ് കോഴ്സുകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു വലിയ റിസോർട്ടാണ്. ഇവിടെ നമ്മൾക്ക് ഡിസ്നിയുടെ എല്ലാ കഥാപാത്രങ്ങളെയും ലൈവായി കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ എത്തിച്ചേരുന്നത് വാൾട്ട് ഡിസ്നിയുടെ പ്രശസ്ത കാർട്ടൂൺ കഥാപാത്രമായ മിക്കി മൗസിൻ്റെ അടുത്താണ്. കറുത്ത വട്ടത്തിലുള്ള ചെവികളും ചുവന്ന പാൻറ്റും മഞ്ഞ ഷൂസുകളും ധരിച്ച ഈ കുഞ്ഞ് എലി ലോകമെമ്പാടുമുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറി. മിക്കി മൗസ് എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നല്ല മനസ്സും സുഹൃത്തുക്കളോടുള്ള സ്നേഹവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് പുഞ്ചിരിയോടെ മറികടക്കാം. പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് പ്രിൻസസ് സിൻഡ്രല്ലയുടെ അടുത്താണ്. എല്ലാവർക്കും അറിയാവുന്ന കഥയെങ്കിലും ഞാൻ ഇവിടെ ഒന്ന് വിശദീകരിക്കാം. പണ്ടൊരിക്കൽ ഒരു വിദൂര രാജ്യത്ത് സിൻഡ്രല്ല എന്ന ഒരു സുന്ദരി പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾ വളരെ ദയാലുവും ശാന്ത സ്വഭാവവും ആയിരുന്നു. എന്നാൽ അവളുടെ അമ്മയുടെ മരണശേഷം അവളുടെ രണ്ടാനമ്മയും 2 സഹോദരിമാരും സിൻഡ്രല്ലയെ ഒരു ദാസിയെപ്പോലെ കണ്ട് വീട്ടുജോലികൾ മുഴുവൻ ചെയ്യിപ്പിച്ചു. ഒരു ദിവസം രാജ്യത്തെ രാജകുമാരൻ കൊട്ടാരത്തിലെ എല്ലാ യുവതികളെയും ഒരു വലിയ നൃത്തവിരുന്നിന് ക്ഷണിച്ചു. എന്നാൽ രണ്ടാനമ്മയും സഹോദരിമാരും സിൻഡ്രല്ലയെ അവിടെ പോകാൻ അനുവദിക്കാതെ വീട്ടിൽ പൂട്ടിയിട്ടു. തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കായ സിൻഡ്രല്ല സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു മാന്ത്രിക മാലാഖ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ മാന്ത്രിക വടിയുടെ സഹായത്തോടെ സിൻഡ്രല്ലയുടെ കീറിയ വസ്ത്രങ്ങൾ മനോഹരമായ ഒരു രാജകീയ ഗൗണായി മാറി.
ഒരു മത്തങ്ങയെ മനോഹരമായ രഥവുമാക്കി മാറ്റി. രാത്രി 12 മണി കഴിയുമ്പോൾ ഈ മാന്ത്രികതയെല്ലാം അവസാനിക്കും. അതിനാൽ അപ്പോഴേക്കും നീ തിരിച്ചെത്തണം എന്ന് മാലാഖ സിൻഡ്രല്ലയ്ക്ക് മുന്നറിയിപ്പ് നൽകി. കൊട്ടാരത്തിലെത്തിയ സിൻഡ്രല്ലയെ കണ്ട് രാജകുമാരൻ മോഹിതനായി. അവർ ഒരുമിച്ച് നൃത്തം ചെയ്തു. എന്നാൽ 12 മണി അടിക്കാറായപ്പോൾ സിൻഡ്രല്ല ധൃതിയിൽ കൊട്ടാരത്തിൽ നിന്ന് ഓടി. ഓടുന്നതിനിടയിൽ അവളുടെ സ്ഫടിക ചെരുപ്പുകളിൽ ഒരെണ്ണം അവിടെ വീണു. അടുത്ത ദിവസം ആ ചെരുപ്പ് ആരുടെ കാലിലാണോ ചേരുന്നത് അവളെ വിവാഹം കഴിക്കുമെന്ന് രാജകുമാരൻ പ്രഖ്യാപിച്ചു. സിൻഡ്രല്ലയ്ക്ക് കൃത്യമായ ചെരുപ്പ് പാകമായി. രാജകുമാരൻ അവളെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചു. പിന്നീട് ഞങ്ങൾ എത്തിയത് എലേന ഓഫ് അവലോർ എന്ന ക്യാരക്ടറിൻ്റെ അടുത്താണ്. അവലോർ എന്ന മാന്ത്രിക രാജ്യത്തിൻ്റെ ധീരയായ രാജകുമാരിയാണ് എലീന. ദുഷ്ടയായ ഷുറുഖി എന്ന മാന്ത്രിക സ്ത്രീയിൽ നിന്നും തൻ്റെ കുടുംബത്തെ രക്ഷിക്കുന്നതും തുടർന്ന് അവാർലോറിലെ ജനങ്ങളുടെ സഹായത്തോടെ അവൾ ആ ദുഷ്ട മന്ത്രവാദിനിയെ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കുന്നതുമാണ് ഈ ക്യാരക്ടറിൻ്റെ കഥ. പിന്നീട് ഞങ്ങൾ പോയത് നാന ഡോഗിൻ്റെ അടുത്താണ്. ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തിൽ ഡാർലിംഗ് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന സ്നേഹസമ്പന്നനായ നായയാണ് നാന. സാധാരണ നായ്ക്കളെപ്പോലെ വീട് കാവൽ മാത്രം ആയിരുന്നില്ല നാനയുടെ ജോലി. ഡാർലിംഗ് കുടുംബത്തിലെ 3 കുട്ടികളുടെ ആയയായി നിയമിച്ചു. അവരെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് നാന നോക്കിയിരുന്നത്. തൻ്റെ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുകയും എപ്പോഴും സംരക്ഷിക്കുകയും ചെയ്ത നാന ലോകമെമ്പാടുമുള്ള കുട്ടികളുടെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രമായി ഇന്നും നിലനിൽക്കുന്നു. ഫ്ലോറിഡയിലെ വാൾട്ട് ഡിസ്നി വേൾഡ് വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വപ്ന ലോകമാണ്. ഒർലാൻഡോ നഗരത്തിനടുത്ത് 43 ചതുരശ്ര മൈലിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ റിസോർട്ട് ഭൂമിയിലെ ഏറ്റവും മാന്ത്രികമായ സ്ഥലം എന്നാണ് അറിയപ്പെടുന്നത്. നല്ല കുറേ ഫോട്ടോകൾ കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോയത് ഡിസ്നി പിക്സാർ ചിത്രമായ ബ്രേവിലെ ധീരയായ രാജകുമാരി മെറിഡയുടെ അടുത്തേക്കാണ്. അസിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ബ്രേവ് സിനിമയിലെ മെറിഡ. പഴയ സ്കോട്ട്ലൻഡിലെ ഡൺബ്രോച്ച് എന്ന സാമ്രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു മെറിഡ. സ്വന്തം കുടുംബത്തെയും രാജ്യത്തെയും സാഹസിക യാത്രയിലൂടെ രക്ഷിച്ച മെറിഡ യഥാർത്ഥ ധൈര്യം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അതിശയിപ്പിക്കുന്ന റൈഡുകളും വർണ്ണാഭമായ പരേഡുകളും രാത്രിയിലെ വിസ്മയിപ്പിക്കുന്ന ഫയർ വർക്സും ഈ യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളായി മാറി. ഒരു കൂട്ടം നല്ല ഓർമ്മകളും സന്തോഷങ്ങളും ലഭിച്ചു. ഇനി നമ്മൾ പോകുന്നത് അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിങ്ടൺ DC-യിലേക്കാണ്. ചരിത്രപ്രധാനമായ സ്മാരകങ്ങൾക്കും ലോകോത്തര മ്യൂസിയങ്ങൾക്കും പേരുകേട്ടതാണ് വാഷിങ്ടൺ DC. US ക്യാപിറ്റൽ, വൈറ്റ് ഹൗസ്, വാഷിങ്ടൺ സ്മാരകം, വേൾഡ് വാർ II മെമ്മോറിയൽ എന്നിവയൊക്കെ നമുക്ക് കാണാം. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.